ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉഡെമി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. നല്ല ടോപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കോഴ്സസ് ആണ്. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരു ജോലി അന്വേഷിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന്, ഹൗസ് വൈഫ്സിന് എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സസ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫ്രീ ആയിട്ടുള്ള കോഴ്സും ഉണ്ട്, അതേപോലെ തന്നെ പെയ്ഡ് കോഴ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ കോഴ്സിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ടൈം ആക്സസ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മൊബൈലിലും അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പിലും നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ഇത് ഉഡെമിയിൽ നമുക്ക് എങ്ങനെ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ നമ്മൾ ഉഡെമി എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ യുഡെമിയുടെ സൈറ്റിൽ ഈ കാണുന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് യുഡെമിയുടെ ഹോം പേജ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സസ് നമുക്ക് കാണാൻ പറ്റും ഹോം പേജിൽ തന്നെ. പിന്നെ നമ്മൾ അപ്പം നമ്മൾ യുഡെമിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യില്ല, അതേ തന്നെയുള്ളൂ. നമ്മൾ നമ്മുടെ നെയിം, ഇമെയിൽ, പാസ്വേഡൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു പേജിലേക്കാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ കാറ്റഗറീസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള കോഴ്സസ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഡെവലപ്മെൻറ്റ്, ബിസിനസ്, ഡിസൈൻ, മാർക്കറ്റിംഗ്, മ്യൂസിക്, അങ്ങനെ പലതരം കോഴ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോഷോപ്പ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഫോട്ടോഷോപ്പ് എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ എന്തൊക്കെ കോഴ്സസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതിൽ തന്നെ നമുക്ക് ഫ്രീ കോഴ്സും ഉണ്ട്, പെയ്ഡ് കോഴ്സും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫ്രീ കോഴ്സ് നോക്കാം. അപ്പം അതിൽ ഇവിടെ സൈഡിൽ പ്രൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം 758 ഫ്രീ കോഴ്സസ് ഉണ്ട് ഫോട്ടോഷോപ്പിൽ. അപ്പോൾ നമുക്കിതാ ഫ്രീ കോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫിൽട്ടർ ചെയ്യാം. ഏറ്റവും പുതിയതായിട്ടുള്ള കോഴ്സസ് മുകളിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഹയസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ എല്ലാ കോഴ്സസും ഒക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് അതിൽ നമ്മൾ അത്യാവശ്യം നല്ല റേറ്റിങ്ങും ഇതൊക്കെ ഉള്ള ഓരോ കോഴ്സസും നമ്മൾ ജസ്റ്റ് നോക്കി നോക്കുക. എന്നിട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പ് ഫണ്ടമെൻ്റൽസ് ആണ് ഈ കോഴ്സ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളത് നമുക്ക് റേറ്റിംഗ്സ് കാണാം. 4.6 റേറ്റിംഗ് ഉണ്ട്. ഏകദേശം 86,000 സ്റ്റുഡൻസ് ഇതിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. 5875 പേര് ഇതിന് നല്ല റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 4.6 ആണ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ എൻറോൾ ചെയ്ത കോഴ്സാണ്. അപ്പോൾ നമുക്ക് വേറൊരു കോഴ്സ് നോക്കാം. ഓക്കെ, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ കോഴ്സ് ഞാൻ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് CC ഫോർ വെബ് ഡിസൈൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണിത്. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇതിൽ ഏകദേശം 99,572 സ്റ്റുഡൻസ് ഇതിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. 3,466 പേര് ഇതിന് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 4.5 ആണ് ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇനി താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫ്രീ കോഴ്സസിന് സർട്ടിഫിക്കറ്റ് അവൈലബിൾ അല്ല. സർട്ടിഫിക്കറ്റ് പെയ്ഡ് കോഴ്സസിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കോഴ്സ് കണ്ടന്റ് കാണാം. അതായത് ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കോഴ്സ് കണ്ടന്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ റിവ്യൂസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാരുടെ റിവ്യൂസ് നമുക്ക് കോഴ്സിനോട് ആൾക്കാരുടെ റിവ്യൂസ്, അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ളത് അവർ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ആൾക്കാരെങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻസ്ട്രക്ടറിൻ്റെ ഡീറ്റെയിൽസ്, അതും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻസ്ട്രക്ടറിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ, പിന്നെ ഇൻസ്ട്രക്ടറിന് തന്നെ എത്ര കോഴ്സസ് ഉണ്ടെന്നുള്ളതൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. എന്നിട്ട് അതിനുശേഷം ഈ കോഴ്സ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻറോൾ നൗ എന്നുള്ള ഒരു
ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഈ കോഴ്സ് നമുക്ക് പ്രിവ്യൂ ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോഴ്സിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. അതിനുശേഷം നമ്മൾ എൻറോൾ ചെയ്യുക. അപ്പോൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കോഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോഴ്സിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ എല്ലാ സെക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇനി നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഷെയർ ചെയ്യാവുന്നതാണ്. വേറൊരു ഫ്രണ്ടിന് നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കോഴ്സ് നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് ലൈഫ് ടൈം ഇനി അവൈലബിൾ ആയിരിക്കും ഈ കോഴ്സ്. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റ് പല കോഴ്സസുകൾ ഫ്രീ ആയിട്ടുള്ള ബാക്കിയുള്ള കോഴ്സസിലൊക്കെ നമുക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരാളുടെ കോഴ്സ് നമ്മൾ കണ്ടു, നമുക്ക് ആ ഇൻസ്ട്രക്ടറിൻ്റെ കോഴ്സ് നല്ല ഇഷ്ടമായി, അപ്പോൾ അയാൾ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ മറ്റു കോഴ്സസ് സെർച്ച് ചെയ്യും. അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇത് ബിഗിനേഴ്സിന് പറ്റിയതായിരിക്കും, അതിൻ്റെ നെക്സ്റ്റ് ലെവലായിട്ടുള്ള കോഴ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പെയ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ചെറിയ ചെറിയ പേയ്മെൻറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെയ്ഡ് കോഴ്സസിൽ നമുക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സസ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഇവിടെ തന്നെ നമുക്ക് പെയ്ഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെയ്ഡ് കോഴ്സസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഫോട്ടോഷോപ്പിൻ്റെ പെയ്ഡ് കോഴ്സസ് ആണ്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ഒന്നും കണ്ട് പേടിക്കേണ്ട. കാരണം ഈ പെയ്ഡ് കോഴ്സസ് തന്നെ ഭാവിയിൽ നമുക്ക് ഫ്രീ കോഴ്സസ് ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല ഫ്രീ കോഴ്സസും ഇതിലുണ്ട്. ഓൾറെഡി പെയ്ഡ് ആയിട്ടുള്ളത് അവർ പിന്നീട് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു കോഴ്സിൽ നമുക്ക് കോഴ്സ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഈ കോഴ്സിൽ തന്നെ അവരുടെ റേറ്റിംഗ്, അതേപോലെ തന്നെ എത്ര പേര് എൻറോൾ ചെയ്തിട്ടുണ്ട്, ആ ഡീറ്റെയിൽസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രിവ്യൂ കൊടുത്തിട്ടുണ്ട്, അതും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാം. പിന്നെ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സിന് നമുക്ക് വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു ഹാർട്ടിൻ്റെ സിമ്പിൾ വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് നിങ്ങൾക്ക് ഇവിടെയും കാണാം, അതേപോലെ തന്നെ ഇവിടെയും അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വിഷ് ലിസ്റ്റിൽ വരും. അപ്പോൾ ഈ കോഴ്സ് ഭാവിയിൽ ഫ്രീ ആയിട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിത് വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സിൽ ഫ്രീ ആയിട്ടുള്ള മാത്രമല്ല ഡിസ്കൗണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും റേറ്റിന് ഡിസ്കൗണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് യുഡെമിയിൽ മെയിനായിട്ടുള്ള പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ടുള്ള കാര്യം നല്ല നല്ല കോഴ്സസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൺലൈൻ ജോബ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം സ്കിൽസ് ആവശ്യമാണ്. അപ്പോൾ നല്ല നല്ല കോഴ്സസ് ചൂസ് ചെയ്തിട്ട് അത് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ആ കോഴ്സസൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. വളരെ ജെന്യുവിൻ ആയിട്ടുള്ള കുറച്ച് ഓൺലൈൻ ജോബ്സ് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോംസിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ ഐ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ യുഡെമി എക്സ്പ്ലോർ ചെയ്യുക, നന്നായിട്ട് കോഴ്സുകളൊക്കെ ചെയ്യാൻ നോക്കുക. നല്ല നല്ല കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.